പാർലമെന്റ് സമ്മേളനം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഈ പുതിയ സെഷൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഇലക്ഷൻ അട്ടിമറിയെക്കുറിച്ച് പാർലമെന്റിൽ ശബ്ദമുയർത്തുകയാണ്. ഇത് കേട്ടപ്പോൾ ഭരണകക്ഷി ബെഞ്ചുകൾക്കും സ്പീക്കർക്കും സഹിക്കാനാവുന്നില്ല. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, BJP എന്ന് പറയുന്ന വിവരം കെട്ട കൂട്ടം തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ഇലക്ഷൻ അട്ടിമറിയിലൂടെയാണ് എന്ന്. അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സ്വതന്ത്രമായിരിക്കേണ്ട ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംഘീവൽക്കരിച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരും. ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ മോദിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടത്തിയാണ് മോദിയും കൂട്ടരും തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിനു മുൻപ് നിഷ്പക്ഷനായിരിക്കേണ്ട ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ യഥാർത്ഥ മുഖം നമുക്ക് ഒന്ന് കാണാം. ഇവിടെ സൻസദ് TVയുടെ ഈ സംപ്രേഷണത്തിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ചേംബറിൽ ഇരിക്കുന്നത് ബഹുമാന്യനായ അധ്യക്ഷൻ ആണ് എന്നാണ്. എത്രത്തോളം ബഹുമാന്യനാണ് ഇദ്ദേഹം എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവും. പ്രതിപക്ഷ നിരയിലുള്ള ആരോടോ ഇയാൾ പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ രീതിയിൽ അട്ടഹസിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സ്കൂൾ ടീച്ചർമാർ പോലും ഇതേ രീതിയിൽ കുട്ടികളോട് പോലും പെരുമാറുകയില്ല. ഓം ബിർളയുടെ വാക്കുകൾ കേട്ടുകൊള്ളൂ. आप बोलते समय ध्यान रखना, रिकॉर्ड में नहीं है. अगर रिकॉर्ड में होता ना तो मैं सदन से आपको कार्रवाई कर सदन से बाहर निकलता. सुन लिए आज के बाद, और ऐसा ही करूंगा. सुन लिए, आप सीट पर आके रिकॉर्ड में बोलिए, मैं अभी कार्रवाई करता हूं आपके खिलाफ. बोलो, सीट पे जाके रिकॉर्ड में बोलो, अभी कार्रवाई करता हूं. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ക്യാമറ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു. അത് റെക്കോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭയിൽ നിന്ന് നടപടിയെടുത്ത് നിങ്ങളെ പുറത്താക്കുമായിരുന്നു. ഇന്നത്തെ കാര്യം കേട്ടുകൊള്ളൂ. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. കേട്ടുകൊള്ളൂ. നിങ്ങൾ സീറ്റിൽ ചെന്നിരുന്ന് റെക്കോർഡിൽ ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുമായിരുന്നു. സീറ്റിൽ ചെന്നിരുന്ന് റെക്കോർഡിൽ പറയൂ, എന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും. എങ്ങനെയുണ്ട് ഇയാളുടെ ഈ സ്വഭാവം? ഇയാൾ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്രമായി സഭ നടത്തുന്നത്? ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാം. आपने सही बात बोली कि वोटर लिस्ट क्या सरकार बनाती है. मैंने नहीं बोला. സ്പീക്കർ സാർ, വോട്ടേഴ്സ് ലിസ്റ്റ് സർക്കാർ ആണോ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ സ്പീക്കർ പച്ചയ്ക്ക് നുണ പറയുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. मैंने नहीं बोला. आपने बोला क्या, और आपने सही बोला कि सरकार वोटर लिस्ट नहीं बनाती है. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് താങ്കൾ തീർച്ചയായും പറഞ്ഞു ആണോ എന്ന്. അതായത് സർക്കാർ ആണോ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ സ്പീക്കർക്ക് സമ്മതിക്കേണ്ടി വന്നു. അത് സമ്മതിച്ചുകൊണ്ട് മൂളുകയാണ് എന്ന്. और आपने सही बोला कि सरकार वोटर लिस्ट नहीं बनाती है, मगर पूरे देश में वोटर लिस्ट पर सवाल उठ रहे हैं. രാഹുൽ ഗാന്ധി തുടർന്ന് പറയുകയാണ്, താങ്കൾ പറഞ്ഞത് സത്യമാണ്. സർക്കാർ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നില്ല. എന്നാൽ രാജ്യം മുഴുവനും വോട്ടേഴ്സ് ലിസ്റ്റിനെ ചൊല്ലി ചോദ്യം ഉയരുകയാണ്. ഇത് കേൾക്കുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിയിലൂടെ മാത്രം ഭരണത്തിലേറിയവർ സത്യം കേൾക്കുന്നത് സഹിക്കാനാവാതെ അവിടെ കിടന്ന് ഒച്ചയിടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ രാഹുൽ ഗാന്ധിയുടെ മുഖത്തു നിന്നും സ്പീക്കറുടെ മുഖത്തേക്ക് പതിവ് പോലെ മാറ്റുകയാണ്. ഭരണകക്ഷി അംഗങ്ങൾ ക്യാമറ എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും അവിടെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് ക്യാമറ ഫോക്കസ് മാറ്റിയത്. हर स्टेट में, हर ऑपोजिशन के स्टेट में और महाराष्ट्र में ब्लैक एंड व्हाइट वोटर लिस्ट पे सवाल उठे हैं. तो पूरा ऑपोजिशन मिलकर सिर्फ ये बोलने दीजिए, पूरा ऑपोजिशन सिर्फ मिलकर ये कह रहा है कि वोटर लिस्ट पे यहाँ पे एक डिस्कशन हो जाए. आप बनाते नहीं हो, इसको हम एक्सेप्ट कर रहे हैं. आप डिस्कशन तो कीजिए. എല്ലാ സ്റ്റേറ്റുകളിലും, പ്രതിപക്ഷത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും, മഹാരാഷ്ട്രയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് ചോദ്യം ഉയരുകയാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നു ചേർന്ന് ഇത് മാത്രമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച്
പാർലമെന്റിൽ ചർച്ച നടത്തണം. നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനാൽ അതേക്കുറിച്ച് പാർലമെന്റിൽ ഒരു തുറന്ന ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് സ്പീക്കർ സമ്മതിച്ചു എന്ന രീതിയിലാണോ എന്നറിയില്ല, മൂളുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അത് മാത്രവുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം, തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന BJP അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇതേക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കാതെ അവിടെ കിടന്ന് അലമുറയിടുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്നെ പറയാൻ സമ്മതിക്കൂ എന്ന് പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അടുത്ത കാലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറിയെക്കുറിച്ചുള്ള വളരെയേറെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരേ അഡ്രസ്സിൽ തന്നെ 7500 വോട്ടുകൾ ചേർക്കുക, എല്ലാ മണ്ഡലങ്ങളിലും പുതുതായി 25,000 30,000 വോട്ടുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലായി കൂട്ടിച്ചേർക്കുക. അങ്ങനെ അനവധി തിരിമറികളാണ് മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെ പിന്തുണയോടെ BJP എന്ന ക്രിമിനൽ ക്ലാൻ നടത്തുന്നത്. പാർലമെന്റിലെ ഈ പ്രസംഗത്തിന് ശേഷം സഭ പിരിഞ്ഞ ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്പീക്കറുടെ ഓഫീസിലെത്തി അദ്ദേഹവുമായി സംസാരിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറിയെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇവർ സ്പീക്കറെ സന്ദർശിച്ചത് എന്നാണ് കരുതുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്പീക്കറെ സന്ദർശിച്ചപ്പോഴുള്ള ചിത്രമാണ് ഇത്. എന്നാൽ പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിച്ചാലും സ്പീക്കറെ കണ്ട് നേരിട്ട് ആവശ്യപ്പെട്ടാലും ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ വോട്ടേഴ്സ് ലിസ്റ്റ് തിരിമറിയിലൂടെ വിജയിച്ച ഭരണകക്ഷി അംഗങ്ങൾ തയ്യാറാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നിരുന്നാലും ഇന്ത്യയിലെ ജനങ്ങളെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വളരെ ഗുരുതരമായ ഈ പ്രശ്നത്തെക്കുറിച്ച് ഉന്നയിച്ചതും അതിനെക്കുറിച്ച് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടതും സഹായകരമാകും എന്നുള്ളതിൽ സംശയമില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് തിരിമറിയെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ സ്പീക്കർ സമ്മതിക്കുമോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം?